പുറം ലോകത്തെ പ്രശ്നങ്ങളിൽ നിന്ന് മാറി സമാധാനപൂർണവും സന്തുഷ്ടവുമായ ജീവിതം പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ അവിടേക്ക് എത്തിയത്. ജീൻ ജോൺസ് ആയിരുന്നു അതിന്റെ നേതാവ് എന്നതിലുപരി അയാൾക്കവർ ദൈവമായിരുന്നു. അയാൾക്ക് വേണ്ടി നിരവധി ആരാധനാനുഷ്ഠാനങ്ങൾ വരെ അവർ ചെയ്തു. പൂർണ്ണമായും സന്തോഷകരമായ ജീവിതമായിരുന്നു അവരുടേത്. അവിടുത്തെ ആളുകൾക്ക് പുറം ലോകവുമായി ഒരു ബന്ധവും പാടില്ല എന്നൊരു നിയമം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ആ ഒരു നിയമം അവർക്ക് ഒരു തലവേദനയായി മാറി. അവിടെ നിന്ന് പോകുവാൻ ശ്രമിക്കുന്നവരെയും പരാതിപ്പെടുന്നവരെയും ശിക്ഷിക്കാനും തുടങ്ങി. പുറം ലോകത്തു നിന്നുള്ള സ്വാതന്ത്ര്യം ഉൾലോകത്ത് ഒരു തടവറയായി മാറി. വിവരമറിഞ്ഞ US കോൺഗ്രസ് അംഗം ലിയോ റയാൻ ഉടൻ തന്നെ സ്ഥലം പരിശോധിക്കുവാൻ അവിടെ എത്തി. ചില പ്രവർത്തകരും കമ്മ്യൂണിറ്റി അംഗങ്ങളും ബന്ധുക്കളും അംഗങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ലിയോ അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. പുറമേ പരക്കുന്ന വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിറ്റിയിലെ എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു. എന്നാൽ അവർ ലിയോയ്ക്ക് നൽകിയ രഹസ്യമായ കത്തുകളിൽ നിന്നാണ് അയാൾ അത് മനസ്സിലാക്കിയത്. ആ സന്തോഷത്തിന്റെ പുറകിൽ ഭയമാണ് ഉള്ളത്. തന്റെ കൂടെ തിരികെ കൊണ്ടുപോകാൻ അവരിൽ കുറച്ചു പേരെ ലിയോ ക്ഷണിച്ചു. പക്ഷെ ഇതെല്ലാം വീക്ഷിക്കുന്ന ജിൻ ജോൺസിന് ഇതൊന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല. താൻ സ്വപ്നം കണ്ട ലോകം ഇല്ലാതാക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഒരു തീരാ പക അയാളിൽ ജനിപ്പിച്ചു. ഈ പകയെ അടക്കുവാൻ ലിയോയുടെ മരണത്തിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാൽ പ്രശ്നം അവിടെ തീരുന്നില്ല. ഇനിയും ഒരുപാട് ലിയോമാർ വരുമെന്ന സംശയം അയാളിൽ അലട്ടുവാൻ ആരംഭിച്ചു. തന്റെ പറുദീസ തകർക്കുവാൻ ഒരാളെയും സമ്മതിക്കില്ല എന്ന തീവ്രമായ വാശി അയാളുടെ സിരകളിലൂടെ ഒഴുകി. അങ്ങനെ ജിൻ ജോൺസ് ഒരു വഴി കണ്ടെത്തി. മുന്തിരിയുടെ രുചിയോട് കൂടിയ ഒരു ദ്രാവകം വലിയ കുടങ്ങളിലാക്കി അവർ അവരുടെ ടെന്റുകൾക്ക് ചുറ്റും നിരത്തി. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് അത് നൽകി. സ്വയം കുടിക്കുവാൻ കഴിയാത്ത കുട്ടികൾക്ക് സിറിഞ്ച് ഉപയോഗിച്ച് ദ്രാവകം അവരുടെ ശരീരത്തിൽ കയറ്റി. ഉടനടി തന്നെ മാതാപിതാക്കൾക്കും അത് കുടിക്കുവാൻ അയാൾ ഉത്തരവിട്ടു. കുടിക്കാൻ സമ്മതിക്കാതെ വന്നവരെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. ഇതെല്ലാം കണ്ട് രസിച്ച് ജിം ജോൺസ് തന്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ചു. ഇങ്ങനെ വെറും 1 മിനിറ്റിനുള്ളിൽ തന്നെ ആ പറുദീസ ഒരു ശവപ്പറമ്പായി മാറി. ആ സയനൈഡ് എങ്ങനെയാണ് സെക്കൻഡുകൾ കൊണ്ട് കൊല്ലുന്നത്? ജിം ജോൺ മുന്തിരി നീരിൽ കലർത്തിയ വസ്തുവിന്റെ പേര് സയനൈഡ് എന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ സയനൈഡ് എങ്ങനെയാണ് സെക്കൻഡുകൾ കൊണ്ട് കൊല്ലുന്നത്. 30 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ വായിൽ നിന്നും സയനൈഡ് വയറ്റിലെത്തുന്നു. ഇത് വയറ്റിൽ അധിക നേരം നിൽക്കില്ല. 2 മിനിറ്റിനുള്ളിൽ തന്നെ സയനൈഡ് രക്തത്തിൽ കലരുന്നു. ഉടനടി ശരീരത്തിൽ ഉടനീളം രക്തപ്രവാഹം വഴി ഇത് വ്യാപിക്കുന്നു. ശേഷം സെല്ലുലാർ ലെവലിലേക്ക് സയനൈഡ് കലരുന്നു. ഇവിടെയാണ് സയനൈഡ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. അതിനായി നിങ്ങൾ സെല്ലിന്റെ പ്രവർത്തനത്തെ പറ്റി ഒന്ന് അറിയേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ഊർജത്തെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിൽ നിന്നുമാണ് കോശം ഊർജത്തെ നിർമ്മിക്കുന്നത്. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെയാണ് കോശം ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്നത്. ഓക്സിജൻ ഇല്ലാതെ ഇത് സാധ്യമല്ല. സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പ്രോട്ടീനാണ് ഓക്സിജന്റെ ഈ ഉപയോഗത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങൾ ജനിക്കുമ്പോൾ മുതൽ നടക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റത്തിലേക്കാണ് ഭീകരനായ ആ സയനൈഡ് പ്രവേശിക്കുന്നത്. നിങ്ങളുടെ സെല്ലിലെ സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന പ്രോട്ടീനിൽ സയനൈഡ് വ്യാപിക്കുന്നു.
ഉടൻ തന്നെ ആ പ്രോട്ടീന്റെ പ്രവർത്തനം പൂർണ്ണമായും നിശ്ചലമാവുന്നു. അതായത് സെല്ലുകൾക്ക് ഓക്സിജൻ ഉപയോഗിക്കാൻ കഴിയാതെ വരുന്നു. ഓക്സിജന്റെ അഭാവം കാരണം ഊർജോൽപാദനം പൂർണ്ണമായും നിലയ്ക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലെ 37 ട്രില്യൺ സെല്ലുകൾ പ്രവർത്തനരഹിതമാവുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ ശരീരം അലേർട്ട് ആവാൻ തുടങ്ങുന്നു. കാരണം ശരീരം ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ശരീരം ഇപ്പോൾ നേരിടുന്നത്. ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും പരിഭ്രാന്തമാവാൻ പോകുന്നു. തലച്ചോറിന് ആവശ്യമായ ഊർജം ലഭിക്കാതെ വരുന്നു. കൂടെ നിങ്ങൾക്ക് തലകറക്കവും തലവേദനയും കടന്നു വരുന്നു. നിങ്ങളുടെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഓക്സിജൻ ലഭ്യമാക്കാൻ ഹൃദയം പരമാവധി ശ്രമിക്കുന്നു. അതിഭീകരമായ ഒരു വേദനയാണ് പിന്നീട് സംഭവിക്കുന്നത്. നിങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിന് വായു ലഭിക്കാത്തതുപോലെ ഒരു അനുഭവം ഉണ്ടാവുന്നു. കാരണം നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ നിങ്ങളുടെ സെല്ലുകൾക്ക് ഉപയോഗപ്പെടുന്നില്ല. അതായത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ വരുന്ന അതേ ഫീലിങ്സ്. അങ്ങനെ അധികം വൈകാതെ നിങ്ങളുടെ ശരീരത്തെ സയനൈഡ് കീഴടക്കുന്നു. ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്തുകൊണ്ടാണ് സയനൈഡ് നിങ്ങളെ കൊല്ലാൻ കഴിഞ്ഞത്? നിങ്ങളുടെ ശരീരം ഒരു ഭീമമായ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. സയനൈഡിന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിലെത്തുന്ന എല്ലാ കെമിക്കൽസും നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. സയനൈഡിന്റെ അത്ര ഇല്ലെങ്കിലും ഒരു സ്ലോ പോയിസൺ നിങ്ങളുടെ ശരീരത്തിൽ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ വിഷരഹിതമാണ്. Then I will stop and see you again. Bye.